നമസ്കാരം. ന്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് 86,000 പേർ പുറത്തേക്ക്. 3 ലക്ഷത്തിനു മേൽ വരുമാനമുള്ള 86,000 പേർ മുൻഗണനാ കാർഡ് കൈവശം വെച്ചെന്ന് കണ്ടെത്തി. കേന്ദ്രം കേരളത്തിന് വിവരങ്ങൾ കൈമാറി. ഇതുപ്രകാരം റേഷൻ കാർഡ് ഉടമകൾ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെയും വിപണി വിലയുടെ പിഴ ഈടാക്കുന്നതാണ്. പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ പേര് വിവരങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്ന ഏതെങ്കിലും ഒരംഗം കുടുംബത്തിൽ ഉണ്ടെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. ഇവർ കൈപ്പറ്റിയ അരിക്ക് കിലോഗ്രാമിന് വിപണി വില അനുസരിച്ച് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും പിഴ ഈടാക്കുന്നതാണ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അനർഹമായവരെ കണ്ടെത്തിയിരിക്കുന്നത്. 1 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവരും അനർഹമായവരുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പെൻഷൻ ലിസ്റ്റ് പുതുക്കുന്നതിന് ഭാഗമായി വാർഷിക മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് സമയം അതിനായി അനുവദിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് നടപടികൾ അവസാനിച്ചാൽ പെൻഷൻ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള ഫീൽഡ് തല പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്നതാണ്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് എത്തിയിട്ടില്ല. വീടിന്റെ വിസ്തീർണം, സ്വന്തമായ വാഹനം, ഭൂമിയുടെ വിസ്തീർണം എന്നിവയെല്ലാം പരിശോധിക്കപ്പെടാം. ചിലർ വാർഷിക വരുമാനം കുറച്ച് കാണിക്കാറുണ്ട്. അതെല്ലാം പിന്നീട് പ്രശ്നമായി മാറും. പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അനർഹരെ ഒഴിവാക്കിയുള്ള വിതരണമാകും ഉണ്ടാകുക. അതിനായി പെൻഷൻ പട്ടിക കൂടുതൽ കർശനമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ തെറ്റായ വിവരങ്ങൾ നൽകാതെ പെൻഷൻ റദ്ദാക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പെൻഷൻ 3,000 രൂപയാക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ബാധ്യതയായിരിക്കും സർക്കാരിന്. അങ്ങനെയൊരു സാഹചര്യത്തിൽ അധിക ചെലവുകൾ ഒഴിവാക്കാനാണ് പെൻഷൻ പട്ടിക പുനഃപരിശോധിക്കുന്നത്. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വയ്ക്കുന്നവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലെ തന്നെയാണ് പട്ടിക പുനഃപരിശോധിച്ച് പെൻഷൻ ലിസ്റ്റിൽ നിന്നും അനർഹരെ ഒഴിവാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇത്തരം പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.